എങ്ങോട്ട് പോണേ? എന്ത്? അപ്പോൾ നമ്മളെ പെർഫ്യൂമിൻ്റെ ഒരു ഡെലിവറി ഉണ്ടെന്ന്. അപ്പോൾ നമുക്കിന്നൊരു ഡെലിവറി ഉണ്ട്. നമ്മൾ ഡെലിവറി കൊടുക്കാൻ പോവാണ്. സാധാരണ നമ്മൾ ഡെലിവറി ടീമിൻ്റെ അടുത്താണ് വിടല്ലേ. പക്ഷെ ഇന്ന് നമുക്ക് ഓഫ് ആയതുകൊണ്ട് നമ്മൾ കൊണ്ടെടുക്കാമെന്ന് വിചാരിച്ചു. എവിടേക്കാണെന്ന് ലൊക്കേഷൻ എവിടെയാണ് ഡെലിവറിൻ്റെ ലൊക്കേഷൻ? ഇവിടെ അൽനാദ, ദുബായ് അൽനാദ. നമ്മളിപ്പോൾ ഉള്ളത് മുവേല ഷാർജ. അപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ചെറിയൊരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ ഇന്ന് ഓഫുള്ള ദിവസമാണ്. അപ്പോൾ നമ്മളൊരു ഡെലിവറി കൊടുക്കാൻ പോവാണ്. സാധാരണ നമ്മൾ ഡെലിവറി ടീമിൻ്റെ അടുത്ത വിടല്. പക്ഷെ ഇന്ന് നമ്മൾ ഓഫുള്ള ദിവസമായതുകൊണ്ട് ഡെലിവറി ഉണ്ട്. അപ്പോൾ നമ്മളെന്നെ കൊണ്ടെടുക്കാമെന്ന് വിചാരിച്ചു. എവിടേക്കാണ് പോണേ? അൽനാദ ദുബായ്. വെള്ളമൊക്കെ ക്ലിയർ ആയി. ഓൾമോസ്റ്റ് റോഡൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. എന്താ പറയണ്ടേ? ഹായ് ഗൈസോ, എനിക്ക് എങ്ങനെ അതറിയാ? ഹായ് ഗൈസോ, നമുക്ക് എങ്ങനെ അതറിയാ? ഹായ് ഗൈസ് എങ്ങനെ നമുക്കറിയാ? എല്ലാവർക്കും സുഖമാണ്. എല്ലാവർക്കും സുഖമാണ്. സുഖാണ്. ബ്ലോക്ക് ഉണ്ടോ? പെർഫ്യൂം നമ്മളെ ഇല്ലുമ് നമ്മൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് അയക്കണത്. അത് ആകെ കുറച്ച് പീസേ ഉണ്ടായിരുന്നുള്ളൂ. ലിമിറ്റഡ് എഡിഷനാണ്. അപ്പോൾ അതൊക്കെ തീർന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഇല്ലുമിൻ്റെ ഹൈ ഹാൻഡ് എഡിഷൻ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഇല്ലുമിൻ്റെ ഹൈ ഹാൻഡ് എഡിഷൻ ചെറിയൊരു നോട്ട്സിൽ വ്യത്യാസമൊക്കെ ആയിട്ട് ഒരു നല്ല അടിപൊളി ഒരു ലക്ഷറി ഐറ്റം ഇറക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇൻഷാ അല്ലാഹ് വലിയ പെരുന്നാൾക്ക് ഇറക്കണം എന്നാണ് നമ്മളൊരു പ്ലാന്. വലിയ പെരുന്നാൾക്ക് എന്തായാലും ഇല്ലും ഹൈ ഹാൻഡ് നമ്മൾ ഇറക്കണതാണ്. ലോഞ്ചിങ് ഉണ്ടാവും. ഇല്ലുമിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, ഇല്ലും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്നാ വരിക ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. വെബ്സൈറ്റിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് അത് ലിമിറ്റഡ് എഡിഷൻ ആയിരുന്നു. അത് ഇറങ്ങുന്നില്ല. അതിന്റെ പകരം അതിൽ നിന്ന് കുറച്ചുകൂടി ഒരു വ്യത്യസ്തമായ പെർഫ്യൂം ഇറക്കാൻ പോകുന്നത് ഇല്ലും തന്നെ ഒരു ഹൈ ഹാൻഡ് പ്രൊഡക്റ്റ് എന്നുള്ള ഇതില്. അപ്പോൾ നോട്ട്സിൽ വ്യത്യാസം ഉണ്ടോ? നോട്ട്സിൽ കുറച്ച് വ്യത്യാസം വരും. ലൈക്ക് ചെറിയൊരു അഗർവുഡ്, ലൈക്ക് റോസ് വുഡ്, സംതിങ് ഫ്രൂട്ടി, സ്വീറ്റ്, അങ്ങനത്തെ ഒരു ചെറിയൊരു നോട്ടിൽ ചെറിയൊരു മാറ്റം വരും. പിന്നെ ഡിസൈനിലോ നോട്ടില് ചെറിയൊരു അഗർവുഡ്, സ്വീറ്റ്, റോസ് വുഡ്, സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ചെറിയ മാറ്റം വരുന്നുണ്ട്. കുറച്ചൊരു ഒന്നുകൂടി ഒരു ലക്ഷറി ടച്ചാണ് വരുന്നത്. സാധാരണ ഒരു ഫ്രൂട്ടിലേക്ക് പോവാതെ, ഒരു ഫ്രൂട്ടി ഫ്രഷിലേക്ക് പോവാതെ കുറച്ചുകൂടി ഒരു ബോൾഡായ രീതിയിലാണ് മറക്കാൻ പോകുന്നത്. ബോട്ടില് അതൊരു സീരീസ് ആണ്. അപ്പൊ ഏകദേശം സെയിം ബോട്ടിൽ തന്നെ ആയിരിക്കും. അതൊരു സീരീസ് ആയിട്ട് ഇറക്കാൻ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ എന്നാണ് എന്നൊക്കെ വരും? ഒരു 10 ദിവസം കൊണ്ടുള്ള ഉണ്ടാവും. വരും പ്രൊഡക്റ്റ് വരും. ഓക്കെ, അപ്പോൾ പുതിയ പ്രൊഡക്റ്റ് വരുന്നുണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും പെർഫ്യൂം വരുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ട് രണ്ടെണ്ണം ഓൾറെഡി ഓൺ ദ വേ ആണ്. അത് കുറച്ചുകൂടി ഹൈ പ്രൈസിലാണ് വിചാരിച്ചത്. കാരണം അത് അതിൻ്റെ ഓയിൽ ഒരുപാട് നല്ല പ്രീമിയം കാറ്റഗറി പെട്ട സാധനങ്ങൾ. പ്രീമിയം കാറ്റഗറി പെട്ട സാധനങ്ങൾ അതല്ല ഹൈ പറയും. അപ്പൊ എങ്ങനെ ഈ പെർഫ്യൂമിന്റെ ബിസിനസ് എങ്ങനെ എത്തിച്ചേർന്നത്? എനിക്കങ്ങനെ ശരിയാണ്, എന്റെ ബിസിനസ്സാണ്. അങ്ങനെയല്ല, ബിസിനസ് നടക്കുന്നൊക്കെ ഞാനാണ്. പക്ഷെ ഐഡിയ ഉണ്ടതല്ലേ, അതല്ലേ ചോദിച്ചാൽ എങ്ങനെയാ ഐഡിയ കിട്ടി? എങ്ങനെയാ ഐഡിയ കിട്ടി പെർഫ്യൂം ബിസിനസ്? വേറെ എന്തെങ്കിലും ബിസിനസ് ആയിരുന്നു ആദ്യം മനസ്സിലതോ ആദ്യം തന്നെ? ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ എന്ത് ബിസിനസ് ആണ് വരുന്നേ.
ഓക്കെ ഓക്കെ പല പല അതൊക്കെ റിവീൽ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഈ ഓക്കെ അങ്ങനെ പെർഫ്യൂമിൻ്റെ ബിസിനസ്സൊക്കെ എത്തി എങ്ങനെ ഓക്കെ നമ്മൾ കുറേ കാലം ഇതിന് പിന്നാലെ തന്നെ നടക്കണേ. പക്ഷെ നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഈസി പരിപാടിയൊന്നുമല്ല. നമ്മളൊരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ അത് നടത്തിക്കൊണ്ടുവരാൻ നല്ല ബുദ്ധിമുട്ടുള്ള. പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മൾ വേറെ എന്താ പറയുക നമ്മളായിട്ട് തുടങ്ങിയതാണ്, വേറെ കുറേ പാർട്ട്നേഴ്സൊന്നുമില്ല. അപ്പോൾ പിന്നെ പോരാത്തിരി ജോലിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു മനസ്സിലൊരു സ്റ്റാർട്ട് ചെയ്തിട്ട് അത് എത്തിച്ച് കൊണ്ടുവരാൻ ഒരുപാട് ടൈം എടുത്തു. ഇനിയിപ്പോൾ നമ്മളെ മനസ്സിലും വേറെയും കുറേ പെർഫ്യൂം നല്ല അടിപൊളി പെർഫ്യൂം ഇറക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അതന്നെ ഇതിൻ്റെ ഇടയിൽ ഓരോന്ന് ചെയ്ത് വരുമ്പോൾ മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ ടൈം എടുക്കുന്നുണ്ട്. അതാണ് പ്രശ്നം അല്ലേ, ടൈം എടുക്കണുണ്ട്. ഇനിയും നല്ല 2 അടിപൊളി സ്മെല്ലൊക്കെ വരാനുണ്ട്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്മെല്ലാന്ന് ഉറപ്പാണ്. അത് നല്ല അടിപൊളി സ്മെല്ല് വരാണ്. പക്ഷേ ഇതിൻ്റെ ഓയിൽ വന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസൈനിങ് ബോട്ടിൽ സെലക്ഷൻ എല്ലാം കൂടി എത്തും, മെച്ചുറേഷൻ എല്ലാം കൂടി എത്തുമ്പോൾ ഫാക്ടറിയിൽ നമുക്ക് സാധനം കിട്ടുമ്പോഴത്തേക്കും നല്ല ടൈം എടുക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി. അപ്പം നമ്മൾ ലൊക്കേഷനിലെത്തി, അൽനാദിലെത്തി. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കാര്യം പറഞ്ഞാൽ. നമ്മൾ അവിടുന്ന് പോന്നിട്ട് ഇവിടെ എത്തിയിട്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു ടൈമായി. ഞാൻ അവരെ വിളിച്ചോട്ടെ എന്താണ്. അപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങി പോകും വീട്ടിക്ക്. അപ്പോൾ നമ്മൾ പെർഫ്യൂം കൊടുത്തു. നമ്മൾ ഓരോ വീഡിയോ എടുത്തില്ല, മോശമല്ല. പാർക്ക് പോകണം. അവളെ സൈക്കിൾ ഉണ്ടല്ലോ, മണി പോകേണ്ട പാർക്ക് പോകാം. പക്ഷെ ഇവിടെ അപ്പൊ നമ്മള് സാധനം കൊടുത്തു. നമ്മള് കുറച്ച് മുന്നേ നമ്മള് എന്താ പറയാ കുറച്ച് ഇല്ലുമ ഇറങ്ങിയ ലോഞ്ചിങ്ങിന്റെ സമയത്ത് കിട്ടിയ ഓഫറാണ്. 2 പെർഫ്യൂം ഓഫർ ഉണ്ട്. പക്ഷെ നമ്മള് കസ്റ്റമറിന്റെ ഫോട്ടോ വീഡിയോ എടുത്തിട്ടില്ല, മോശമല്ലേ, പ്രൈവസി മാറ്റേഴ്സ്. നമ്മള് കൊടുത്തു. അപ്പൊ നമ്മള് തിരിച്ചു പോവാണ്. അതിന് നല്ല ട്രാഫിക് ഉണ്ട് അല്ലേ, എല്ലാരും ഓഫീസിൽ നിന്ന് മടങ്ങുന്നതിനും ഇതിനൊക്കെ നല്ല തിരക്കുണ്ട്. പിന്നെ ഇവിടെ നമ്മള് വന്നിട്ടുണ്ടേ ഫ്രണ്ട്സോടെല്ലാം കൂടി. ഓക്കെ, അപ്പൊ വേറെ എന്തൊക്കെയാണ് ഹോബീസ്? ഈ പെർഫ്യൂമിന്റെ ഒരു ക്രേസ് ഇല്ലാത്ത വേറെ എന്ത് ക്രേസ് ഉള്ളത്? ക്രേസ് അല്ല, വേറെ സ്പോർട്സ് പറഞ്ഞാല് ക്രിക്കറ്റോ ഫുട്ബോൾ? ഓക്കെ, ഫുട്ബോൾ. ഏത് ക്ലബിന്റെ ഫാനാ? ഇവിടെ നല്ല നമ്മൾ വരാൻ ഉദ്ദേശിച്ച പോൺ പാർക്ക് ഇതാട്ടോ. നല്ല നമ്മൾ പ്രാവശ്യം വന്നിട്ടുണ്ട് ഫ്രണ്ട്സുകളെല്ലാം കൂടിയിട്ട്. വലിയ പാർക്കാണ്. ഫൗണ്ടൈനൊക്കെ കാണുന്നുണ്ടോ അറിയില്ല, ഒരു ഫൗണ്ടൈനൊക്കെ അതൊക്കെ കാണും. ഓക്കെ, സോ ബാക്ക് ടു ആർസെനൽ. സോറി, വേറെ ഏറ്റവും ഇപ്പം നമ്പർ 1 ലിസ്റ്റിലെ നമ്പർ 1 ആരാണ്? ലിസ്റ്റിലെ നമ്പർ 1 ആരാണ് ഇപ്പോഴും ലിസ്റ്റിൽ നമ്പർ 1 ആരാ? അല്ല, വേറെ കുറെ ടീമുകൾ ഉണ്ടാവലുണ്ടല്ലോ. പല പല കളറുണ്ട്. ഇത് കാണുന്നുണ്ട്, ആൾക്കാർ കാണുന്നുണ്ട്. നല്ല ട്രാഫിക് ഉണ്ടല്ലേ. നമ്മള് പാർക്ക് പോകണമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നപ്പോൾ അടുത്ത് തന്നെ വലിയ പാർക്ക് ഉണ്ട്. അപ്പോൾ പാർക്ക് പോകണമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മള് പാർക്ക് പോകണമെന്ന് വിചാരിച്ചു. പക്ഷെ പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ട്. നമ്മൾ ബാക്ക് ടു മൂവിയിലെ പോവാണ്. സാധനം വാങ്ങാൻ എന്തായാലും വാങ്ങാണ്ട് കുറേ സാധനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, വാങ്ങണം. സഫാരി മാളോ എന്നി വേണം. പിന്നെ ഒന്ന് ചായ കുടിക്കണം. പക്ഷെ ഞാൻ ചായ കുടിക്കില്ല, അത് വേറെ കാര്യം. ചായ കുടിക്കണം, നമുക്ക് പാൽ കുടിക്കണം അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് അത് കാണാം. നമ്മൾ പർച്ചേസിങ്ങിന് വന്നതാണ് സഫാരി മാളിൽ. സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിൽ പോവാണ്. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. നെക്സ്റ്റ് വ്ളോഗ് കാണാം. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇനി വീട്ടിൽ പോകണം. ബൈ.